അപ്പോൾ ഞങ്ങളെ ഈ വീഡിയോസൊക്കെ ഇടുമ്പം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് കുറച്ച് വ്ളോഗ് പോലെ ചെയ്താലോ എന്നുള്ളത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാലോ എന്നുള്ള പ്ലാനാണ്. എങ്ങനെയാണെന്നുള്ള അഭിപ്രായം പറയാം. അടിപൊളി. സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു അടിപൊളി ലൊക്കേഷനിൽ നിന്നാണ്. അതായത് ഒരു അഡ്വഞ്ചർ കോൺസെപ്റ്റാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും അഡ്വഞ്ചർ റൂട്ടായിട്ടുള്ള നമ്മുടെ ആതിരപ്പള്ളി തൊട്ട് വാൽപ്പാറ വരെയുള്ള ഒരു ഫോറസ്റ്റ് റൂട്ട് ഉണ്ടല്ലോ, ആ റൂട്ടിൽ നമ്മളിന്ന് നമ്മുടെ 3 സീരീസുമായിട്ട് പോയിട്ട് ഒരു പിടി പിടിക്കാനുള്ള പ്ലാനാണ്. അടിപൊളി റൂട്ട്സാണ്. ഇപ്പോൾ വരുന്ന വഴിക്ക് ചെറിയ സ്കിഡൊക്കെ ചെയ്ത് ചെറിയ ഡ്രിഫ്റ്റൊക്കെ ചെയ്താൽ വന്ന് അതിൻ്റെ കുറച്ച് ഷോർട്സ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പെട്ടെന്ന് ഷടപടെ നിന്ന് ഇപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കയറിയിട്ടുണ്ട്. ഈ ലിജോ ഉണ്ട്, അമലയുണ്ട്, അഖിലുണ്ട്, അനിലുണ്ട്. ഞങ്ങൾ 5 പേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകാൻ നേരത്ത് ഇവനെന്തോ കൂട്ടുകാർ കുറേ കൂട്ടുകാരികൾ ഇവൻ്റെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാരികളൊക്കെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞ് അവൻ രാവിലെ കുറേ ലേറ്റാക്കി. അതുകൊണ്ട് നമ്മളും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും സാരമില്ല, ഒരു ആനേനെങ്കിലും കാണാൻ, അല്ലെങ്കിൽ കുറച്ച് വൈൽഡ് ലൈഫ്സിനെ കാണാൻ പറ്റും. ശരിക്കും ഒരു അഡ്വഞ്ചർ. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടം. നിങ്ങൾക്ക് പലർക്കും അത് ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ വാ, ലെറ്റ്സ് ഗോ. അപ്പോൾ അതാണ്ട് വ്ളോഗ് തുടങ്ങിയപ്പോൾ തന്നെ അവൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്യാൻ തോന്നുന്നു. അതിൽ വന്നിച്ച് നോ 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 BMW നോ. അപ്പോൾ അതാണ്ട് നമ്മുടെ 3 സീരീസ് ടയറൊക്കെ കണ്ട് നിങ്ങൾ നോക്കി അറിയാം. അവിടെ ഇച്ചിരി പട്ടി മൂത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ നോക്കി അത് നമ്മൾ സ്കിഡ് ചെയ്ത് വന്നതിൻ്റെ ഒരു മാർക്സാണ്. ശരിക്കും അടിപൊളി വണ്ടി കേട്ടോ. ഇതിൻ്റെ കുറച്ച് ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ വ്ളോഗ് എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ നമുക്കിത് ചെയ്ത് നോക്കാം. വേറെ എന്നാ പറയേണ്ടത്, എനിക്കിതിന് വലിയ പരിചയമില്ല. നിങ്ങൾ പറഞ്ഞ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അവരവിടുന്ന് ചെറുതായിട്ട്, കാരണം ഇനി ഇവിടെ 2-2.5 മണിക്കൂർ ഇങ്ങോട്ട് പോകേണ്ടതുകൊണ്ട് ഫുഡൊന്നും കാണത്തില്ല. അപ്പോൾ അവരവിടെ നിന്ന് എന്തൊക്കെ സ്നാക്സ് മേടിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റാർട്ടാക്കി. എനിക്ക് ഈ ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ, ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ടാണ്. പക്ഷേ ഡ്രിഫ്റ്റ് ചെയ്താൽ MVD അല്ല, ഇവിടുത്തെ പ്രശ്നം ഫോറസ്റ്റാണ്. അങ്ങനെ ജാമ്യം പോലും ഇല്ല. അവിടെ ഒരു പട്ടിക്കൂട്ടനുണ്ടായിരുന്നു, അവൻ പോയി കാണും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ മാറി. അങ്ങനെ കുറേ നേരം വന്നിട്ട് നാണ്ടെ അങ്ങ് ദൂരെ ഡാനെ കണ്ടാമല്ലേ. ഇങ്ങനെ ഡാനെ കണ്ടിട്ട് ഇഷ്ടപ്പെടാനെ. ഇത് അഖിലല്ലേ? കുറേ നേരമായിട്ട് മടുത്ത് ഊപ്പാടിളകി വന്ന് അല്ലേ. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ നമ്മൾ വണ്ടി നിർത്താൻ പാടില്ല. അതുകൊണ്ട് ചെറുതായിട്ട് സ്ലോ ചെയ്ത് പോവുക. ഇതുണ്ടോ, ഭയങ്കര ഫ്രഷ് സാധനമാണ്. നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ആനപ്പിണ്ടാവും. നമ്മൾ വണ്ടിയുടെ ടയർ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ അവൻ ഫ്രഷാണ്. അപ്പോൾ ഇവിടെ എവിടെയൊക്കെയോ ആനകളുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതുവരെ സ്പോട്ട് ചെയ്യില്ല. ഒരെണ്ണത്തിനെ സ്പോട്ട് ചെയ്തു, മറ്റേ തടാകത്തിൻ്റെ ഇവിടെ. അപ്പോൾ അത് കണ്ടു. പക്ഷേ അത് ഭയങ്കര ദൂരം. പക്ഷെ നമുക്ക് അടുത്ത് കാണണമെന്നുണ്ട്. പിന്നെ അങ്ങോട്ട് സ്പോട്ട് ചെയ്യാൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൂടുതൽ സാധ്യത നമ്മൾ തിരിച്ചു വരുന്ന സമയമുണ്ടല്ലോ, തിരിച്ച് നമുക്ക് ആ ഒരു 4:30 ടൈമിൽ നമുക്ക് തിരിച്ച് ഈ റൂട്ടിൽ കൂടെ പിടിക്കാം. ഇത്ര ആളുള്ളതുകൊണ്ട് നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഇവിടെ വണ്ടിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമ്മളിതിപ്പോൾ സ്റ്റോക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ ട്യൂൺ ചെയ്തായിരുന്നു. ഇപ്പോൾ ഇത് തിരിച്ച് സ്റ്റോക്കിലേക്ക് എടുത്തു. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. അപ്പം നമ്മൾ ദാണ്ടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമേ ഒന്നും കാണിച്ച് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം, അത് കറക്റ്റാണോ, സമയത്ത് എത്തിയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കത് കാണിക്കാം. ഇവിടെ ദാണ്ടെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കൂടെ നമുക്കൊന്ന് കയറി നോക്കിയേക്കാം. അപ്പോൾ ഞങ്ങൾ ദാണ്ടെ തമിഴ്നാട്ടിലേക്ക് കയറുക കേട്ടോ. വെൽക്കം ടു തമിഴ്നാടു. അപ്പോൾ ഇവിടെ ഇവരേതോ ഒരു മയിലിനെ കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ കണ്ട മയിലിനെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. എന്തിയാടാ മയിൽ? ഉണ്ട് ഇഷ്ടം പോലെ മയിലുണ്ട് കണ്ടോ. 1 2 കണ്ടോടാ. ഇതാണ്ട ഇപ്പോൾ ആ പിള്ളേരെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, അവർ ഈ BMW ഒക്കെ കണ്ടപ്പോൾ ഹായ് BMW എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പണ്ടിങ്ങനെയായിരുന്നു. ലൈക്ക് ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും കേട്ടോ. ലൈക്ക് നമ്മൾ പണ്ട് ആഗ്രഹിച്ച ഒരു ജീവിതം ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങളും പുഷ് ചെയ്യുക, എന്താണെങ്കിലും പറ്റും. പിന്നെ ഇതൊക്കെ നമ്മൾ തട്ടിക്കൂട്ടി കൊണ്ട് നടക്കുന്ന കേട്ടോ. നമ്മൾ എന്താ പറയണ്ടേ, പ്രൈസൊക്കെ വാല്യൂ ഫോർ മണിയൊക്കെ നോക്കി ആ ഒരു രീതിയിൽ കൊണ്ട് നടക്കുന്നൊരു വണ്ടിയാണ്. കൊള്ളാം എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെയും അവരുടെയും ഡ്രീം ഭാവിയിൽ അച്ചീവ് ചെയ്യട്ടെ. ടാറ്റാ. ഈ കൂട്ടത്തിലൊരു അമ്മച്ചിയുണ്ട്, അവൾക്ക് ഇറങ്ങാൻ മേല, നിൽക്കാൻ മേല. മാഡം വണ്ടി ഓടിക്കാൻ പറ്റുമോ മാഡത്തിന്? രാവിലെ കയറിയപ്പോൾ തൊട്ട് അവിടെ ഇരിപ്പാ. അങ്ങനെ അവസാനം താണ്ട അനിലും പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താ പറ്റിയെന്നറിയോ? താണ്ട നമുക്ക് ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പോയി ഒന്ന് കഴിച്ചു നോക്കാം എന്തെങ്കിലും ചെറുതായിട്ടല്ലടി. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ആദ്യമേ തണ്ട ഈ ഇരിക്കുന്ന കുരിപ്പ് ഒരു ദോശ മതി എന്ന് പറഞ്ഞു. ഒരു ദോശ കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും ദോശ വേണം. ഇനിയിപ്പോൾ ഇവിടെ വേറൊരു വണ്ടി വന്നു, 10-31 പേര് വന്ന് നിർത്തി. ഇപ്പോൾ ഇവിടെ ദോശയും മറ്റേ ഇതൊന്നുമില്ല, ഇടിപ്പ് കിടക്കുന്ന അടിയാണ്. കണ്ടോ, ഞങ്ങൾ അടിപിടി കൂടി 1-2 എണ്ണം കഷ്ടി മേടിച്ചിട്ടുണ്ട്.
കഴിക്കട്ടെ. ഉപ്പുള്ള ടേസ്റ്റ്, ദോശക്കൊക്കെ ഇത്ര ടേസ്റ്റ് ആദ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. രണ്ടാ പഴത്തിൻ്റെ ആയിരിക്കും അല്ലേ? അവിടെ ഗണപതിക്ക് വെച്ചിരുന്നൊരു കൊലയാണ്, അതിൽ നിന്നൊരു പഴം എടുത്തോണ്ട് തന്നത്. എന്താണെന്ന് അറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. അപ്പോൾ ഞങ്ങൾ താണ്ടെ നല്ലമുടി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ശരിക്കും പൊട്ട വഴി എന്ന് പറഞ്ഞാൽ വെറും പൊട്ട വഴി, ആരും വരരുത് കേട്ടോ. ടയറിൻ്റെയൊക്കെ അവസ്ഥ നോക്കിയേ, എൻ്റെ ദൈവമേ, പഞ്ചറാവാഞ്ഞ ഭാഗ്യം, സോഫ്റ്റ് ടയറും കൂടെ. അപ്പോൾ താണ്ട് നട്ടുച്ചയ്ക്ക് ഞങ്ങൾ വന്ന്. അപ്പോൾ നമുക്ക് വേണേൽ ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കാം. ഈ പറഞ്ഞ പോലെ നമ്മുടെ വാഗമണി കയറി വരുന്ന വഴി മുഴുവൻ താണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. വെറുതെ 1 മണിക്കൂർ അവിടെ നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ച് നമുക്കൊന്ന് നോക്കാം. എനിക്കൊന്ന് എൻട്രി പാസ് ഉണ്ടെന്ന്, ഈ കാണുന്ന സാധനം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചായ കുടിക്കാൻ വന്നവനാ. നട്ടുച്ചയ്ക്ക് നല്ല ഉഗ്രനൊരു ഐസ്ക്രീം. എങ്ങനെയാണെടാ ഈ വ്ളോഗ് ശരിക്കും എങ്ങനെയെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അല്ലേ. ആ കാടിൻ്റെ അകത്ത് ആനയുണ്ട്. നമുക്കൊരു ഫോറസ്റ്റ് ഓഫീസർ ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ട് നടന്നു വന്നാൽ ആ ചെടി ഇപ്പോൾ ഇവിടെ അനങ്ങുന്നുണ്ടാണേ. 12 എണ്ണം നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ ബുഷിൻ്റെ അകത്ത്. വ്ളോഗ് ശരിക്കും ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടൊരു 12 ആനക്കൂട്ടം, അതിലൊന്ന് കാണിച്ചെടുത്തരാ. ആ ബാഗിൽ കണ്ടു 12 ആനക്കൂട്ടം. ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഫോറസ്റ്റ് ഗാർഡിനെ കണ്ടു. പുള്ളി ഞങ്ങൾക്ക് കട്ട സപ്പോർട്ട്. പുള്ളി എനിക്കൊന്ന് വെസ്റ്റ് ബംഗാൾ വണ്ടി കണ്ടപ്പോൾ വെസ്റ്റ് ബംഗാളുകാരാന്ന് വിചാരിച്ചിട്ടായിരിക്കും. പുള്ളി ഞങ്ങളെ മറ്റേ അപ്പുറത്തോടെ എസ്റ്റേറ്റിൻ്റെ താഴെ കൂടെ വന്ന് കറക്റ്റ് ഞങ്ങൾ കുറേ നേരം ഇപ്പോൾ നിങ്ങൾ മുമ്പേ കണ്ട വീഡിയോ ഒക്കെ കണ്ട് സ്പോട്ട് ചെയ്തു. എന്നിട്ട് കണ്ട് താഴെ വന്ന് റോഡിലിരിക്കുക. എന്ത് രസമാണെന്ന് നോക്കിക്കും ഇവരെ കാണാൻ. അയ്യോ, ഇപ്പോൾ പോയ ലോറിക്കാരൻ തൻ്റെ ഹോൺ അടിച്ചു. ആനക്കൂട്ടന്മാരകത്തോട്ട് പോകാവോ? അതിൻ്റെ അകത്ത് 7 ദിവസം മാത്രം പ്രായമുള്ളൊരു കുട്ടി ആന ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇത്ര പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. 12 എണ്ണത്തിൻ്റെ കൂട്ടം. എന്ത് രസമല്ലേ? ഇനി തിരിച്ച് നമ്മൾ മലക്കപ്പാറ ആതിരപ്പള്ളി റൂട്ടാണ്. കറക്റ്റ് ഒരു 4:45-5 ആകുമ്പോൾ കറക്റ്റ് മലക്കപ്പാറയിൽ നിന്ന് കയറും. എന്ന് പറഞ്ഞാൽ 6:30 ആകുമ്പോൾ നമ്മളവിടെ ചെല്ലുന്ന രീതിയിൽ ഫോറസ്റ്റിൻ്റെ കറക്റ്റ് ആ ടൈമിൽ. ആ സമയത്ത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 1-2 എണ്ണത്തിനെ കാണാം. ഹോൺ അടിച്ചുകൊണ്ടാണ് എല്ലാം തിരിഞ്ഞില്ല. പുറത്തോട്ട് നടന്നു വരാനുള്ള പ്ലാനായിരുന്നു. ശേ